യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് കഠിന രോഗത്താൽ വലയുന്ന മക്കൾ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്ന എല്ലാ കിടപ്പ് രോഗികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്നതുപോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോഷുവ പ്രവാചകന് പിതാവാ ദൈവം കൊടുക്കുന്ന ഏറ്റവും നല്ല വാഗ്ദാനമാണ്. മോശയുടെ കൂടെ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണത്. അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥതയും വിശ്വാസവും വളരേണ്ടത്. നമ്മുടെ ഒരു ആത്മാർത്ഥമായ ഒരു വിശ്വാസം വളർന്ന് ആ വിശ്വാസത്തിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോശയ്ക്ക് അല്ലെങ്കിൽ മോശയ്ക്ക് ശേഷം വന്ന പ്രവാചകനായ ഏലീഷായ്ക്ക് ഒരു അഭിഷേകം കിട്ടിയതുപോലെയായി, അല്ലേ? ജോഷുവയ്ക്ക് കൃപ കിട്ടിയതുപോലെയായി. അപ്പോൾ ജോഷുവ എന്താ ചിന്തിക്കണത്? എൻ്റെ കൂടെ മോശയോടുകൂടെ പ്രവർത്തിച്ചതുപോലെ ഈശോ എൻ്റെ കൂടെ പ്രവർത്തിക്കും. ഈ ഒരു ഉറപ്പ് അവനങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജോഷുവ ചെയ്യുന്നതെല്ലാം വലിയ അനുഗ്രഹമായി മാറി. ആ ആത്മാർത്ഥമായ വിശ്വാസം അവൻ്റെ വിശ്വാസമായിട്ട് ഉറപ്പിച്ചു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസമായിട്ട് ഉറക്കണം, വിശ്വാസം വർദ്ധിക്കണം. ദൈവമായ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ കൂടെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ മുമ്പ് വരികയും അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ കരുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ ഒരു അഭിഷേകം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ടോക്ക് കാണുന്നവരും കേൾക്കുന്നവരും ഇത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.